ബൈബിൾ ദൃശ്യാവതരണം ആരംഭിക്കുന്നു. ദഹനബലി. വാർദ്ധക്യത്തിൽ അബ്രഹാമിനും സാറായ്ക്കും ദൈവം കനിഞ്ഞു നൽകിയ മകൻ ഇസഹാക്ക്. 100 വയസ്സ് കഴിഞ്ഞ അബ്രഹാമിനും 90 വയസ്സ് കഴിഞ്ഞ സാറായ്ക്കും പിറന്ന പൊന്നോമന ഇസഹാക്ക് അവരുടെ ജീവിതത്തിന്റെ സന്തോഷത്തിലേക്ക്, അബ്രഹാമിന്റെ വിശ്വാസത്തിലേക്ക്. വീഴും വീഴും ഓടല്ലേ ഓടല്ലേന്ന് ഓടല്ലേന്നല്ലേ പറഞ്ഞത്. വീഴൂടാ ഞാൻ പിടിച്ച് ചാട്ടി തന്നാലും എന്റെ കാര്യം. അയ്യോ മോനെ ഓടല്ലേ, വീഴും. മക്കളെ ഇസഹാക്കിനെ നോക്കണേ. വാർദ്ധക്യത്തിൽ ദൈവം നമ്മോട് കാണിച്ച കരുണ. അബ്രഹാമിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ഭൂമിയിലെ മണൽത്തരികൾ പോലെയും വർദ്ധിപ്പിക്കുമെന്ന് ദൈവം ഉടമ്പടി ചെയ്തിരിക്കുന്നു. ഈ മകനിലൂടെയാണ് ഒക്കെയും സഫലമാവുക. ഈ കാണുന്ന പ്രദേശമെല്ലാം നിനക്കും നിന്റെ സന്തതി പരമ്പരകൾക്കും അവകാശമായി തരുമെന്ന് പറഞ്ഞ ദൈവം, എന്റെ പരിചയവും അഭയവുമായ ദൈവം, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം. സാറാ നോക്കൂ, നമ്മുടെ പൊന്നോമന മകൻ അവന്റെ ചങ്ങാതിമാരോടൊപ്പം. അതെ അതെ, ഈ വാർദ്ധക്യത്തിൽ ഇതിൽ പരം സന്തോഷം വേറെ എന്തു കിട്ടാൻ. മതി മതി കളിച്ചത്, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വരാം. അത് ശരിയാ, ഞാനും ഒന്ന് വിശ്രമിക്കട്ടെ. ഇതാ ഞാൻ, പിതാവേ കൽപ്പിച്ചാലും. അബ്രഹാം, നീ സ്നേഹിക്കുന്ന നിന്റെ മകൻ ഇസഹാക്കിനെയും കൂട്ടി മോറിയ ദേശത്തേക്ക് പോകണം. കർത്താവേ. മോറിയായി ഞാൻ കാണിച്ചു തരുന്ന മലയുടെ മുകളിൽ നീ ഒരു ബലിവേദി ഒരുക്കണം. ആ ബലിവേദിയിൽ നിന്റെ മകൻ ഇസഹാക്കിനെ എനിക്കായി ദഹനബലി അർപ്പിക്കണം. ദൈവമേ, വാർദ്ധക്യത്തിൽ എനിക്ക് തന്ന മകന് അയ്യോ, സാറായോടെന്ത് പറയുന്ന ഞാൻ എന്റെ മകനോടെന്ത് പറയും? ദൈവമേ, ഈ അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദാനങ്ങൾ ഇല്ല. ഒരുപക്ഷെ ഇതൊക്കെ എന്റെ തോന്നലുകളാണ്. അല്ല അല്ല, തോന്നലല്ല. ദൈവം വെറുമൊരു തോന്നലല്ല. ഞാൻ കണ്ടറിയുന്ന, ഞാൻ അനുഭവിക്കുന്ന സത്യമാണ് ദൈവം. ഈ നിമിഷങ്ങളിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ എന്റെ മകനെയും കൊണ്ട് എവിടെയെങ്കിലും ഒളിച്ചോടിയാൽ ഇല്ല. ഈ പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിന്റെ കൺമുന്നിൽ നിന്ന് ഈ അബ്രഹാം എവിടേക്ക് ഒളിച്ചോടാൻ? ഞാൻ എന്റെ ദൈവത്തെ അനുസരിക്കുന്നു. ഞാൻ എന്റെ ദൈവത്തെ അനുസരിക്കുന്നു.
ഇതുകൂടെ കഴിക്കും മോനെ, കുറച്ചുകൂടെ. മതി അമ്മ, മതി. വയറ് നിറഞ്ഞമ്മ, മതി. ഈ അവസാന കാലത്ത് ദൈവം തന്ന സന്തോഷം ഇനി ഒരിക്കലും ഉണ്ടാവില്ലെന്ന് ഇവളോട് എങ്ങനെ പറയും? നീ മുലയൂട്ടി വളർത്തിയ, നിന്റെ വിരൽത്തുമ്പിൽ പിടിച്ച് പിച്ച വെച്ച പൊന്നോമന മകൻ നാളെ മുതൽ നമ്മളോടൊപ്പം ഉണ്ടാവില്ലെന്ന് ഇവളോട് എങ്ങനെ പറയും? ദൈവമേ, കഴുതയ്ക്ക് ജീനിയിട്ടോ? ബലിക്കുള്ള വിറകും എടുത്തു വെക്കണം. യാത്രയ്ക്ക് തയ്യാറായിക്കൊള്ളുക, ഞങ്ങളിതാ വരുന്നു. എവിടേക്കാണ് ഈ അതിരാവിലെ തന്നെ? മോറിയ ദേശത്തേക്ക്. മോനെ ഒപ്പം കൂട്ടുന്ന പതിവില്ലല്ലോ, പിന്നെ എന്തിനാ ഇസഹാക്കിനെ ഒപ്പം കൂട്ടുന്നത്? ഇസഹാക്ക് ദൈവത്തിന്റെ മകനല്ലേ? ദൈവം തന്ന മകനല്ലേ? ദൈവത്തിന് ഒരു ദഹന ബലി അർപ്പിക്കണം. അതിന് സന്തോഷിക്കുകയല്ലേ വേണ്ടത്? എനിക്ക് സന്തോഷമാണ്. മനസ്സോടെ ബലി അർപ്പിക്കണം, പൂർണ്ണ സന്തോഷത്തോടെ. എന്നാലേ ദൈവം പ്രസാദിക്കൂ. പോകാം. അതിനു മുമ്പ് അമ്മയ്ക്കൊരു മുത്തം കൊടുത്തേക്ക്. മോനെ, അപ്പൻ്റെ കൈ പിടിച്ചോണം. ദൈവത്തിന് ബലിയർപ്പിക്കുമ്പോൾ നന്നായി പ്രാർത്ഥിക്കണം. കനിവിൻ്റെ നിധി പേടകത്തിൽ നിന്നും അനുഗ്രഹങ്ങൾ വാരി കോരി തരണേന്ന്, കൂട്ടിന് മാലാഖമാരുണ്ടാകണേന്ന്. ശരി അമ്മ. ദേ മോനെ സൂക്ഷിക്കണേ. ഇതുവരെ അവൻ ദൂരെ എങ്ങും പോയിട്ടില്ലാത്തതാ. വേഗം മടങ്ങി വരണം. എനിക്ക് ഇവനെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ലെന്ന് അറിയാലോ.
വിശ്രമിക്കുക. ഞാൻ എൻ്റെ മോനോടൊപ്പം പോയി സർവശക്തനെ ആരാധിച്ചിട്ട് മടങ്ങി വരാം. ശരി യജമാനെ. നടക്കുക. അപ്പ നമ്മളൊരു കാര്യം മറന്നു. എന്താ? വെലിക്കുള്ള തീയും വിറകും എടുത്തപ്പോൾ കുഞ്ഞാടന് മാത്രം കരുതിയില്ല. ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തരും. നൂറാമത്തെ വയസ്സിൽ എനിക്കൊരു മകൻ ജനിക്കും, സാറ ഒരു മകനെ പ്രസവിക്കും എന്ന് ദേവദൂതന്മാർ പറഞ്ഞപ്പോൾ സാറ ചിരിച്ചു. ഞാനും വിശ്വസിച്ചില്ല. പക്ഷേ ദൈവം വാക്ക് പാലിച്ചു. അവിടത്തേക്ക് അസാധ്യമായിട്ട് ഈ ലോകത്ത് എന്താണുള്ളത്? നീ അബ്രഹാമിന്റെയും സാറായുടെയും മകനല്ല, ദൈവത്തിന്റെ പുത്രനാണ്. അബ്രഹാമും തേരാമിന്റെ മകനല്ല, ദൈവത്തിൻ്റെതാണ്. ഈ ലോകവും അതിലെ സമസ്ത ജീവജാലങ്ങളും ദൈവത്തിൻ്റെതാണ്. മനസ്സിലാകുന്നുണ്ടോ മോനെ? അപ്പോ ഇസഹാക്കിന്റെ അവകാശി ആരാണ്? ദൈവം. ആ ദൈവം നിന്നെ തിരികെ ചോദിച്ചാൽ അപ്പ എന്താ ദഹനബലിയായി സ്വന്തം മകനെ വേണമെന്ന് ദൈവം പറഞ്ഞാൽ മനസ്സോടെ കൊടുക്കണ്ടേ ഞാൻ? അപ്പ കർത്താവേ, ഇതാ ഞാൻ ദഹനബലിയായി എന്റെ മകനെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അബ്രഹാം, നീ കുട്ടിയുടെ മേൽ കൈവയ്ക്കരുത്. നിന്റെ ഏകപുത്രനെ പോലും എനിക്ക് തരാൻ തക്കവിധം നീ എന്നെ ഭയപ്പെടുന്നു എന്നെനിക്ക് ഉറപ്പായി. അതിനാൽ ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു. നീ മകനേക്കാൾ മറ്റെന്തിനേക്കാൾ എന്നെ സ്നേഹിക്കുന്നു. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ലോകാവസാനം വരെ നീ സ്മരിക്കപ്പെടും.